എന്റെ കൂടെ ശ്രീയേട്ടാ വിളിച്ചു നടന്നിട്ട് അവർക്ക് എങ്ങനെ എന്നെ കളഞ്ഞിട്ട് പോവാൻ തോന്നിയമ്മ. അവള് പോണേ പോട്ടറാ ഇവിടെ മോങ്ങാതെ പോയിട്ടേ ഞാൻ പോങ്ങും. ജോലിക്ക് കയറി 2 മാസത്തിൽ വേറൊരുത്തരെ പ്രേമിച്ച് പോണവളെ നിനക്ക് കെട്ടണോ? അവളെന്നല്ല ഇനി ഒരു രംഭ മേനൊക്കെ തിളർത്ത് പോകുന്ന എനിക്ക് വേണ്ട. എടാ പൊട്ട, നാളെ അവള് കല്യാണം കഴിഞ്ഞ് സന്തോഷമായിട്ട് ജീവിക്കുമ്പോ നീ അവളെ വിചാരിച്ച് താടി വളർത്താൻ പോണ? 2 മാസത്തിൽ അവളുടെ കല്യാണമാണ്. അതിനു മുമ്പ് നീ ഒരു പെണ്ണിനെ കണ്ടുപിടിച്ച് കെട്ടണം. എന്നിട്ട് വേണം അവളും കൂടെ എന്നെ തേച്ചിട്ട് പോവാൻ. ഒരിക്കലും ഇല്ല. നീ അവളെ ജോലിക്ക് വിട്ടതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അല്ലേലും പെണ്ണുങ്ങള് കുടുംബവും കുട്ടിയും നോക്കി വീട്ടിലിരിക്കുന്നതാണ് ഐശ്വര്യം. നമുക്ക് ജോലിക്ക് പോകാത്ത ഒരു പെണ്ണിനെ കെട്ടാറാ? മോക്കിപ്പോൾ ഫൈനൽ ഇയർ എക്സാം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇപ്പോൾ ഇത്ര പെട്ടെന്നൊരു കല്യാണം നടത്താനൊന്നും ഞങ്ങൾക്ക് പ്ലാൻ ഇല്ലായിരുന്നു. കഴിഞ്ഞ മാസം വെറുതെ ഒന്ന് ജോത്സ്യനെ കാണിച്ചപ്പോഴാണ് ഈ 3 മാസത്തിനുള്ളിൽ കല്യാണം നടത്തിയില്ലെങ്കിൽ പിന്നെ 28 വയസ്സ് കഴിഞ്ഞേ നടക്കുള്ളൂ. അത് ഏതായാലും നന്നായി. നമുക്ക് അടുത്ത മാസം തന്നെ കല്യാണം നടത്താം അല്ലേടാ? അമ്മ, ഞാനിപ്പോൾ ക്യാമ്പസ് ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് PG ചെയ്യാനാണ് താല്പര്യം. കല്യാണം കഴിഞ്ഞു എനിക്ക് പഠിക്കണം. അതിനെന്താ മോളെ, നല്ല കാര്യമല്ലേ. മോക്ക് ഇഷ്ടമുള്ളത് പഠിച്ചോ. ഈ കാലത്ത് PG പഠിച്ചാലേ നല്ല ജോലി കിട്ടുള്ളൂ അല്ലേടാ? ഇപ്പൊ സുന്ദരിയായിട്ടാണ്. ഇനി ഒരു മാതെ എന്തോ അയ്യടാ കാണിക്കാതെ. അല്ലാതെ നമ്മളിവിടെ നിന്ന് വിരുന്നിന് പോകില്ല. ഞാൻ ഇപ്പം അമ്മ വിളിക്കേ. പേടിക്ക്. അമ്മ എന്താ മോളെ? അമ്മ നമ്മൾ വിരുന്നിന് പോയിട്ടേ ഒരു സിനിമയ്ക്കും കൂടെ പോയിട്ട് വരുള്ളൂ. അമ്മക്ക് രാത്രിയുള്ള ഫുഡ് വാങ്ങണോ? പറയടി. ശരിക്കും? ഞാൻ ഇപ്പൊ ചേട്ടനടുത്ത് പറഞ്ഞിട്ട് നിന്നിപ്പോ വിളിക്കാവേ. അമ്മ രാജമാമന്റെ വീട്ടിൽ അടുത്ത ആഴ്ച വിരുന്നിന് പോകാന്ന് പറയുമ്പോ ഇതിന്റെ ഇടയിൽ കൂടെ അവിടെ പോകാനുള്ള സമയം കിട്ടൂല. അമ്മ, എനിക്ക് ജോലി കിട്ടി. ഇവിടെ ട്രിവാൻഡ്രത്ത് തന്നെ. എന്റെ ഫ്രണ്ട് ഇപ്പൊ വിളിച്ചു വെച്ചോളൂ. ചേട്ടാ 600 പേര് അറ്റൻഡ് ചെയ്താൽ ഞങ്ങളുടെ കോളേജിൽ 4 പേർക്ക് കിട്ടിയോളൂ. അമ്മ, നല്ല കമ്പനിയാ, നല്ല പാക്കേജും ഉണ്ട്. ട്രിവാൻഡ്രത്ത് തന്നെ ആയിട്ട് എനിക്ക് പോയിട്ട് വരാനും എളുപ്പമുണ്ട്. അപ്പൊ മോള് ജോലിക്ക് പോകാൻ പോവാണോ? പിന്നില്ലാതെ, ഇത്ര നല്ല കമ്പനി ഓഫർ വരുമ്പോ അതല്ലേ നല്ലത് അല്ലേട്ടാ? മോള് PG ചെയ്യണമെന്നല്ലേ പറഞ്ഞിരുന്നേ? ഈ ഡിഗ്രി കിട്ടിയ നിനക്ക് ഇത്രയും നല്ല ഓഫർ കിട്ടിയ PG ചെയ്താൽ ഇതിനേക്കാൾ നല്ല ഓഫർ കിട്ടൂലേ? മോൾ അതുകൊണ്ട് പഠിക്കാൻ പോ. അമ്മ പറഞ്ഞ ശരിയാ. ഞാൻ വീട്ടിലും കൂടെ ഒന്ന് വിളിച്ചു പറയട്ടെ. ഇപ്പൊ വരാമേ. അമ്മയുടെ അടുത്ത് ഞാൻ പെണ്ണ് കാണാൻ പോയപ്പോഴേ പറഞ്ഞാണ് ഈ ബന്ധം വേണ്ട വേണ്ടാന്ന്. അവളൊന്നും പറഞ്ഞില്ല ജോലിക്ക് പോകണമെന്ന്. അപ്പൊ എന്തോന്ന് പറഞ്ഞേ എല്ലാം നിങ്ങൾ നോക്കിക്കോളാന്ന്. എന്നിട്ട് PGക്ക് കൂടെ വിടാൻ പോണാ? എടാ മണ്ട, PGയുടെ അഡ്മിഷൻ തുടങ്ങാൻ ഇനിയും 3-4 മാസം ഇല്ലേ? അടുത്ത ആഴ്ച നിങ്ങൾ ഹണിമൂൺ പോയില്ലേ? അയ്യോ, അതിന് PG ഹണിമൂണും തമ്മിൽ എന്തോ ബന്ധം? എടാ നീ വിചാരിച്ച 3-4 വർഷത്തേക്ക് അവളെ വീട്ടിൽ തന്നെ ആക്കാം. എടി, നീ എങ്ങനെയെങ്കിലും എനിക്കൊരു ഇന്റർവ്യൂ മാത്രം അറേഞ്ച് ചെയ്തോ? എടി, ജോലി കിട്ടിയാലുള്ള എക്സ്പീരിയൻസ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഞാൻ മാക്സിമം ട്രൈ ചെയ്ത് നോക്കടി, ഒരു രക്ഷയുമില്ല. എന്തടി ചേട്ടാ, എനിക്ക് ഇനിയും വീട്ടിൽ കുത്തിയിരിക്കാൻ പറ്റൂല. ഇവൻ ഡേ കെയറിലും കൂടെ പോയി ഞാനും അമ്മയും ബോറടിച്ച് പ്രാന്തായിട്ട് ഇരിക്കുകയാണ്. എനിക്ക് ജോലിക്ക് പോകണം. അശ്ശേ, ഇതിനാണ് നീ ഇവിടെ കിടന്ന് ടെൻഷൻ അടിച്ചേ? എന്റെ കൊച്ചൊന്ന് ആലോചിച്ച് നോക്കിയാൽ നീയും കൂടെ ജോലിക്ക് പോയിട്ട് ഇവിടെ ചിലവ് നോക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്യണം? രാവിലെ എണീക്കണം, കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തതിനു ശേഷം സ്വന്തമായിട്ട് ചില്ലടിച്ചെങ്കിരിക്കണം. ഹാപ്പി. ചുമ്മാ കളിക്കല്ലേ. ഞാൻ ഡിഗ്രിക്ക് റാങ്കോട് പാസ്സായതേ വീട്ടിൽ ചുമ്മാ ഇരിക്കാനല്ല. ഞാൻ PGക്ക് ജോയിൻ ചെയ്യാൻ പോകണം. നീ ഇതുവല്ലം കേട്ടോടാ? നിന്റെ അമ്മക്ക് ഇനി PGക്ക് പോകണമെന്ന്. ഇവിടെ ഓയിൽ ആൻഡ് ഗ്യാസ്, ലോജിസ്റ്റിക്സ്, അക്കൗണ്ടിങ്, അങ്ങനെ പല PG ഡിപ്ലോമ കോഴ്സസ് ഉണ്ട്. പിന്നെ ആരുടെ പ്രൊഫൈലിന് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ നല്ലൊരു ചോയ്സുമാണ്. അതൊക്കെ ഓക്കെ. പക്ഷെ നിങ്ങളുടെ കോഴ്സൊക്കെ 6 മാസം 1 ഇയർ ഒക്കെ ആണല്ലോ. അല്ല, ഞങ്ങളുടെ മോൻ ചെറുതാണേ. അപ്പൊ എന്നും ഇവക്ക് ഇവിടെ വന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയെന്നൊന്നും വരില്ല.
ഏയ് അതൊന്നും കുഴപ്പമില്ല സർ. നമുക്കിവിടെ ഓൺലൈൻ ക്ലാസ്സസും റെക്കോർഡ് സെഷൻസും എല്ലാം അവൈലബിൾ ആണ്. അല്ല ഇതൊക്കെ പഠിച്ചിറങ്ങിയാലും ജോലി കിട്ടാൻ പാടായിരിക്കുമല്ലേ? നമ്മളിതൊക്കെ അറിഞ്ഞിരിക്കണ്ടേ? സർ ആദ്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മെയിൻ ഹൈലൈറ്റ് തന്നെ 100% പ്ലേസ്മെൻറ്റ് സപ്പോർട്ടാണ്. സർ ഇത് മാത്രമല്ല, ടാലി SAPD ഒക്കെ ട്രെയിനിങ്ങിൻ്റെ കൂടെ മേജർ ഹോസ്പിറ്റൽസിൽ യൂസ് ചെയ്യുന്ന HIR സോഫ്റ്റ്വെയറിൻ്റെ ട്രെയിനിങ്ങും നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഹോസ്പിറ്റൽസിന് ഫർദർ ട്രെയിനിങ് കൊടുക്കാതെ തന്നെ നമ്മളുടെ സ്റ്റുഡൻസിനെ അവർക്ക് ഡയറക്റ്റ്ലി റിക്രൂട്ട് ചെയ്യാനും പറ്റും. അപ്പോൾ ജോലി കിട്ടുമെന്ന് ഉറപ്പാണല്ലേ? I have always been drawn to healthcare field because of its impact on people's lives. So I believe that I am an eligible candidate for അതെ healthcare. അതെ അതെ അതെ. ഇനി ഈ പാൽ കുടിച്ചിട്ടുള്ള മോക്ക് ഇന്റർവ്യൂ ഒക്കെ മതി. വരല്ലേ? സോറി സോറി സോറി. Sorry. So I am excited about the opportunity to contribute to our institution. അമ്മേരെ മരുമോള് അവിടെ മോക്ക് ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കണം. അടുത്ത ആഴ്ച ഇനി ഒറിജിനൽ ഇന്റർവ്യൂ കൂടെ കഴിഞ്ഞാൽ നമുക്ക് ജോലി കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ്. നമ്മളിനി എന്ത് ചെയ്യും അമ്മ? അവനെ പോവാൻ പറയടേ. ഞാൻ തോന്നുന്നു ക്ലൈന്റിന് ഇവിടെ കഷത്തിന്റെ ഇട വെച്ചോണ്ട് കിടക്കണ ചോദിക്കുമ്പോൾ കൊടുക്കാൻ. ചേട്ടാ അമ്മയെ കാണാനില്ല. എവിടെയെങ്കിലും പോകുന്നു പറഞ്ഞിരുന്നാ? ബാത്റൂമിൽ പോയിരിക്കണായിരിക്കും. നീ അങ്ങോട്ട് പോയി നോക്ക്. ഇല്ല, ഞാൻ നോക്കി. ബാഗൊക്കെ എടുത്തോണ്ടാണ് പോയിരിക്കണേ. എടാ ഞാൻ ഇപ്പൊ വിളിക്കാം. നിക്കേ, നീ ഫോണിൽ വിളിച്ചു നോക്കിയേ. ഫോൺ ആ ബെഡ് ഇരിപ്പുണ്ട്. എനിക്ക് ടെൻഷനാണ്. നീ ടെൻഷൻ അടിക്കാതെ വണ്ടിയുടെ താക്കൂർ ഇങ്ങെടുത്ത ഞാൻ നോക്കിയിട്ട് വരാം. അമ്മ 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 ഒന്ന് മതിയാക്കമ്മ. എങ്ങനെയുണ്ട് എൻ്റെ ആക്ടിങ്? നല്ല സൂപ്പറായിട്ടുണ്ട്. ഈ മെമ്മറി ലോസ് പരിപാടിയൊക്കെ നമുക്ക് വേണോ? എടാ ഇതേ ഉള്ളു വഴി. അവൾക്ക് ജോലി കിട്ടിയ സ്ഥിതിക്ക് അവള് കൊച്ചിനെ എൻ്റെ അടുത്ത് ഏൽപ്പിച്ചിട്ട് ജോലിക്ക് പോകും. എനിക്ക് മെമ്മറി പോയി തുടങ്ങിയെന്ന് അറിഞ്ഞാൽ എന്നെയും കൊച്ചിനെയും അവള് തന്നെ നോക്കേണ്ടി വരും. ജോലിക്കും പോകാൻ പറ്റില്ല. എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ? നല്ല ചപ്പണാച്ചി സിനിമയും കണ്ടിട്ട് ഓരോ ഐഡിയയും കൊണ്ടുവരും. ഇതൊക്കെ വർക്കൗട്ട് ആവുമെന്നാണ്. ഇപ്പം നോക്കിക്കാം എൻ്റെ മോളെ. ഞാൻ കുളിക്കാൻ വേണ്ടി കുളിമുറിയിൽ കയറി മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ഞാൻ എങ്ങനെയാണ് അവിടെ പോയി എത്തിയത് എനിക്ക് ഒരു പിടിയുമില്ല. ഇവൻ വന്ന് വിളിച്ചപ്പോഴാണ് എടി ഡോക്ടർ പറഞ്ഞ അമ്മയ്ക്ക് അൽഷിമേഴ്സിന്റെ തുടക്കമാണെന്നാണ്. ഈ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ അമ്മയ്ക്ക് നല്ല കെയർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റും എന്നൊക്കെയാണ് പറയുന്നത്. എൻ്റെ അമ്മയ്ക്ക് ഒരു ആപത്തും വരുത്തല്ലേ. പിന്നെ ഇതിപ്പോ തൽക്കാലം ആരുടെ അടുത്ത് പറയണ്ട. ഇതിപ്പോ ചേട്ടാ എനിക്ക് അടുത്ത ആഴ്ച ജോലിക്ക് ജോയിൻ ചെയ്യാൻ വേണം. നമുക്കേ അമ്മയും മോനെ നോക്കാൻ ആരെങ്കിലും നിർത്തിയാലോ? അതൊന്നും പറ്റൂല. പുറത്തുനിന്ന് ഒരാൾ വന്നാൽ നമ്മൾ നോക്കും പോലെ ആവൂ. നീ തൽക്കാലം ജോയിൻ ചെയ്യുന്നു വേണ്ട. ചേട്ടാ എങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. എന്റെ അമ്മയുടെ അടുത്ത് ഇവിടെ ഒന്ന് നിൽക്കാൻ പറയാം. അമ്മയാകുമ്പോ രണ്ടുപേരെ നന്നായിട്ട് നോക്കുകയും ചെയ്യും. അത് നിന്റെ അമ്മയ്ക്കൊരു ബുദ്ധിമുട്ടാവില്ലേടി? ഓ ഇതിലൊക്കെ എന്ത് ബുദ്ധിമുട്ട് മോനെ. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ആവശ്യം വരുമ്പോഴേ പരസ്പരം സഹായിക്കേണ്ടത് അല്ലേ ചേച്ചി? എന്തോ കാര്യമായിട്ട് ആലോചിക്കുന്നുണ്ടല്ലോ. ആ അമ്മ ഇപ്പൊ ഇങ്ങനെയാണ്. അമ്മ എന്താണ് ചെയ്യുന്നത് അമ്മയ്ക്ക് പോലും പല സമയത്ത് സ്ഥലകാല ബോധമില്ല. മെനഞ്ഞാന്നേ നമ്മളെ പ്രഭാകര അപ്പൂപ്പൻ മറ്റേ മെഡ്രാസ് മെയിലിൽ പറഞ്ഞെന്ന് പറഞ്ഞ് 4:50 പോകാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്നു. ഞാൻ എന്ത് ചെയ്യുന്നു പറ. അതിന് മോൻ്റെ അപ്പൂപ്പൻ മരിച്ചില്ലേ? അപ്പൊ നല്ലോണം ഓർമ്മ പോയി തുടങ്ങിയല്ലേ? മോൻ വിഷമിക്കണ്ട, എല്ലാം നേരെയാവും. പിന്നെ മോനെ ആര്യയുടെ അച്ഛൻ്റെ വസ്തുവിൻ്റെ കേസ് നടക്കുകയാണേ. അതിന് കുറേ ക്യാഷ് വേണ്ടി വരും. അത് നമുക്ക് സെറ്റാക്കാം അമ്മ. നമുക്ക് തൽക്കാലം ആര്യയുടെ കുറച്ച് സ്വർണ്ണം പണയം വെക്കാം. എന്തായാലും കേസ് ജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം തിരിച്ചു കിട്ടൂലേ? ചേട്ടാ അലമാരി ഇരുന്ന് എന്റെ സർട്ടിഫിക്കറ്റ് ഒന്നും കാണാനില്ല. അതെവിടെ പോവാ? നീ ഒന്നുകൂടെ നോക്ക്. ഞാൻ ഇന്നലെ കൂടെ കണ്ടതേ ഉള്ളൂ. ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഒക്കെ സബ്മിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ എന്റെ ജോലി പോകും. ഇതിപ്പോ അമ്മ കണ്ട അമ്മ? എനിക്കൊന്നും ഓർമ്മയില്ല വന്നേ. ഓ ബെസ്റ്റ് ആളിൻ്റെ അടുത്താണ് ചോദിക്കുന്നത്. മക്കളെ അത് അവിടെ തന്നെ കാണും. ഞാൻ കൂടെ ഒന്ന് നോക്കാം. ബാ ചേട്ടാ ഒന്നിങ്ങോട്ട് വാ. ഇപ്പൊ വരായി.
മോനെ സർട്ടിഫിക്കറ്റ് എല്ലാം കാണാതായ സ്ഥിതിക്ക് അവൾക്ക് എന്തായാലും മറ്റന്നാൾ ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്യാൻ പറ്റൂല. അവളിവിടെ ഉണ്ടല്ലോ. ഞാൻ ഒരാഴ്ച വീട്ടിൽ പോയിട്ട് കേസിൻ്റെ കാര്യങ്ങളെല്ലാം ഒന്ന് തീർത്തിട്ട് വരാം. ആ അത് നല്ല തീരുമാനം അമ്മ. പോയിട്ട് വരാം. അമ്മ ഇതൊരു 15 പവൻ ഇതുപോരെ? ചേട്ടാ നമുക്ക് നാളെ പോയാലോ? പോടി. ഇത് എൻ്റെ മാലയില്ലേ? ശേ ഒന്ന് പോവമ്മ. ഇത് എൻ്റെ കല്യാണത്തിന് എൻ്റെ അമ്മ ഇട്ട് തന്നതാ. മിണ്ടാതിരി. ചേച്ചി ഓർമ്മയില്ലാതെ വല്ലതും പറഞ്ഞൊന്നും വെച്ച്. അയ്യേ, അത് പള്ളി പോയി പറഞ്ഞാൽ മതി. ഇത് ഇവന്റെ അച്ഛൻ ഞങ്ങളുടെ 10ാമത്തെ ആനിവേഴ്സറിക്ക് MRT ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിച്ച 10 പവന്റെ മാലയാണിത്. അപ്പൊ എല്ലാം ഓർമ്മയുണ്ടല്ലേ? കണ്ടാടി, വാങ്ങിച്ച വർഷവും കടയും തൂക്കം വരെ കറക്റ്റ് ഓർമ്മയുണ്ട് ചേച്ചിക്ക്. ഓർമ്മയൊക്കെ തിരിച്ചു വന്ന സ്ഥിതിക്ക് ഇനി എന്റെ സർട്ടിഫിക്കറ്റ് എവിടെ വെച്ചിരിക്കുന്നൂടെ പറയും. സർട്ടിഫിക്കറ്റ് ഇത് ഓർമ്മയില്ല മോളെ. ദേ വീണിട്ടിരുന്ന് ഉരുണ്ട് കളിക്കാതെ പറഞ്ഞോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ള ഓർമ്മയും വേണ്ടി പോവേ. നിന്റെ സർട്ടിഫിക്കറ്റ് എന്റെ അമ്മ എന്തിനെടുക്കണത്? വേറെന്തിന്? ഞാൻ ജോലിക്ക് പോകാതിരിക്കാൻ അതല്ലായിരുന്നോ നിങ്ങളുടെ രണ്ടുപേരുടെ പ്ലാൻ? അന്നാ ഇൻസ്റ്റിറ്റ്യൂഷനിൽ വെച്ച് നിങ്ങളുടെ സംസാരം കേട്ടപ്പോഴേ എനിക്ക് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അടിച്ചതാ. പിന്നെ അമ്മയുടെ മെമ്മറി ലോസും ഓവർ ആക്ടിങ് കൂടെ ആയപ്പോഴേ കൺഫേം ആക്കി. ഇത് ഏതുവരെ പോകുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാ ഞങ്ങൾ ഇത്രയും നാൾ വെയിറ്റ് ചെയ്തത്. ചേട്ടൻ ഈ ഫോട്ടോ കാണുന്ന ആളെ ഓർമ്മയുണ്ടോ? എടി ഈ ഫോട്ടോ ഞാൻ പണ്ടെടുത്ത് കളഞ്ഞാൽ എനിക്ക് മതി. എവള് ജോലിക്ക് പോയി അവിടെ ആരെ കണ്ട് നിങ്ങളെ തേച്ചെന്ന് പറഞ്ഞേ? എല്ലാരും അങ്ങനെ ആയിരിക്കോ? അത് മോളെ ഒരിക്കൽ അവന് പണി കിട്ടിയതുകൊണ്ട് ഇനി കൂടുതൽ റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ച്. ഈ ജോലിക്ക് പോയ വഴിതെറ്റൊന്നും അമ്മയടുത്ത് ആരാ പറഞ്ഞത്? ചേട്ടന്റെ ഓഫീസിൽ കുറെ പെൺപിള്ളേരുണ്ടല്ലോ. ഞാൻ അങ്ങനെയൊക്കെ നോക്കുവാണെങ്കിലേ ചേട്ടൻ ഈ ജന്മത്തെ ജോലിക്ക് പോകാൻ പറ്റൂല. ഈ ഭാര്യയും ഭർത്താവും ആണെങ്കിലേ ആദ്യം പരസ്പരം വിശ്വാസമാണ് വേണ്ടത്. വഴിതെറ്റി പോകേണ്ടവരാണെങ്കിലേ എവിടെയാണെങ്കിലും വഴിതെറ്റും. അതിന് ജോലിക്ക് പോകണമെന്നൊന്നുമില്ല. അമ്മ അവളുടെ സർട്ടിഫിക്കറ്റ് അങ്ങ് കൊടുത്തേക്കമ്മ. സർട്ടിഫിക്കറ്റ് മോനൊന്ന് അങ്ങോട്ട് പോടാ. തെറ്റുപറ്റി പോയടി, ക്ഷമിക്ക്. ഒരുത്തി പണ്ട് തന്നിട്ട് പോയ ട്രോമയുടെ പേരിലാണ് ഞാൻ ഇങ്ങനെയൊക്കെ എന്നും പറഞ്ഞ് ഞാനും അങ്ങനെ ചെയ്യുമെന്ന് വിചാരിച്ച. അതല്ലേ പറഞ്ഞ് എനിക്ക് തെറ്റുപറ്റി. നീ ഹോസ്പിറ്റലിൽ വിളിച്ച് പറ, സർട്ടിഫിക്കറ്റ് ഒക്കെ തിരിച്ച് കിട്ടി, മറ്റന്നാൾ തന്നെ ജോയിൻ ചെയ്യും. ഇനി ഒരിക്കലും ഞാൻ ഇങ്ങനെയൊന്നും കാണിക്കില്ല, പ്ലീസ്. ഉറപ്പാണോ? നമ്മളെ മോനാണ് സത്യം. സോറി സോറി. നല്ല കഴിവും വിദ്യാഭ്യാസമൊക്കെ ഉണ്ടായിട്ടും ഭർത്താവിൻ്റെ വീട്ടുകാർ സമ്മതിക്കാത്തതുകൊണ്ട് ഒരു ജോലിക്ക് പോലും പോകാൻ പറ്റാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് സ്ത്രീകൾ നമ്മുടെ നാട്ടിലുണ്ട്. വീട്ടിലെ ആവശ്യത്തിന് പൈസ ഉണ്ടല്ലോ, പിന്നെ നീയും കൂടി ജോലിക്ക് പോയിട്ട് എന്തിനാ? അല്ലെങ്കിൽ സ്ത്രീകൾ വീടും കുഞ്ഞിനെയൊക്കെ നോക്കി വീട്ടിൽ ഇരിക്കുന്നത് തന്നെയാണ് ഐശ്വര്യം എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ പറയുന്നവർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു സ്ത്രീയെ ജോലിക്ക് പോകണ്ട എന്ന് പറയാനുള്ള അധികാരം ആർക്കുമില്ല. അതിനി ഭർത്താവിനായാലും ഭർത്താവിൻ്റെ വീട്ടുകാർക്കായാലും. അതുകൊണ്ട് നിങ്ങളുടെ ഭാര്യ അല്ലെങ്കിൽ മരുമകൾ ജോലിക്ക് പോകാൻ താല്പര്യം കാണിക്കുന്നുണ്ടെങ്കിൽ അതിനെ പൂർണ്ണ മനസ്സോടെ സപ്പോർട്ട് ചെയ്യുക. വീട്ടിലെ കാര്യങ്ങളും കുഞ്ഞുങ്ങളും നോക്കേണ്ടത് അവരുടെ മാത്രം റെസ്പോൺസിബിലിറ്റി അല്ല, അത് നിങ്ങളുടെ കൂടിയാണ്. അതിനൊരു ബാലൻസ് കൊണ്ടുവരാൻ നിങ്ങൾ തന്നെ ശ്രമിക്കും. പിന്നെ ഒരു പ്രധാന കാര്യം, സ്ത്രീകൾ ജോലിക്ക് പോയാൽ അവർ വഴിതെറ്റി പോകുന്നൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ടെങ്കിലും നിങ്ങൾ കഴിവതും കല്യാണം കഴിക്കാതിരിക്കുന്നതിനാണ് നല്ലത്. കാരണം ഒരു ബേസിക് പരസ്പര വിശ്വാസം ഇല്ലെങ്കിൽ ഒരുമിച്ച് ജീവിക്കുക വലിയ പാടാണ്. എല്ലാവർക്കും ഒത്തിരി സന്തോഷം നേർന്നു. താങ്ക് യു. ഇന്നത്തെ കാലത്തും സ്ത്രീകളെ ജോലിക്ക് വിടാതിരിക്കാനുള്ള കാരണങ്ങൾ എന്താണ്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഒരുപാട് കഴിവും പൊട്ടൻഷ്യലുമുള്ള സ്ത്രീകൾ ഇനിയെങ്കിലും അവരുടെ ജീവിതം 4 ചുവരുകൾക്കുള്ളിൽ തളച്ചിടാതിരിക്കുക. തീർച്ചയായും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക.
SK ടോക്സിന്റെ ഓരോ വീഡിയോസും മിസ് ചെയ്യാതെ കാണാം. SK ടോക്സിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. SK ടോക്സിന്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. നിങ്ങളും ഒരു ചേഞ്ച് മേക്കർ ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ SK ടോക്സിന്റെ ഒഫീഷ്യൽ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. താങ്ക് യു. ഉയർന്ന നിലവാരമുള്ള നിലക്കടല എണ്ണ, മന്ത്ര ഗ്രൗണ്ട്നട്ട് ഓയിൽ, ഇതേ നൽകുന്നു.